ഹായ് നമസ്കാരം, ഞാൻ അഞ്ജു. നമ്മളിപ്പോൾ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ 3-ാം ദിനത്തിലാണ് എത്തി നിൽക്കുന്നത്. നമുക്ക് ഇന്നാത്താൻ കേസ് കൂടെ എന്ന സിനിമയിൽ ഉൾപ്പെടെ നിരവധി സിനിമകളിൽ അഭിനയിച്ച ആക്ടർ ഷുക്കൂറിനൊപ്പമാണ്. നമുക്ക് അങ്ങോട്ട് സാറിനോട് പോവാം. എത്രാമത്തെ ഫിലിം എക്സ്പീരിയൻസ് ആണ് ഒക്കെ കാണാം? കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടില്ല, അതിന് എല്ലാം 9 വർഷങ്ങളുണ്ടായിരുന്നു. വ്യക്തിപരമായ എൻ്റെ ചില അസൗകര്യങ്ങൾ കൊണ്ട് വരാൻ പറ്റിയില്ല. എന്തെങ്കിലും ഡിഫറൻസ് ഈ വർഷം ഫീൽ ചെയ്യുന്നു? ഇപ്രാവശ്യം ജനപങ്കാളിത്തം വളരെ കൂടുതലായിട്ടുണ്ട്. പിന്നെ സിനിമ സെലക്ട് ചെയ്തതിലും വളരെ ഗംഭീരമായി തോന്നുന്നുണ്ട്. പിന്നെ സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള സിനിമകളെയും സ്ത്രീ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന സിനിമകളാണ് ഇപ്രാവശ്യം ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അത് വളരെ പോസിറ്റീവായിട്ട് തോന്നുന്നുണ്ട്. ലോകം മുഴുവനും ഈ സ്ത്രീ വിരുദ്ധത നിറഞ്ഞു നിൽക്കുന്നൊരു കാലമാണ്. ഇപ്പോൾ സിറിയയിലാവട്ടെ, ഇറാനിലാവട്ടെ, അമേരിക്കയിലാവട്ടെ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇപ്പോൾ അവിടെയൊക്കെ ഈ സ്ത്രീ വിരുദ്ധമായ വലതുപക്ഷ അധികാരികളോ അല്ലെങ്കിൽ മതവാദികളോ ഒക്കെയാണ് രാജ്യത്ത് അധികാരത്തിൽ വരുന്നത്. അത്തരം ഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഏറ്റവും അപകടകരമായ അനുഭവിക്കുക സ്ത്രീകളാണ്. ഇപ്പം അഫ്ഗാനിൽ നമ്മളിപ്പോൾ കാണുന്നുണ്ട്, അവിടെ പെൺകുട്ടികൾ പഠിക്കാൻ പോലും പറ്റില്ല, ജോലി ചെയ്യാൻ കഴിയില്ല, ഫോട്ടോ എടുക്കാൻ കഴിയില്ല. അതിന് സമാനമായ അവസ്ഥ പിന്നെ ബംഗ്ലാദേശിൽ വരുന്നുണ്ട്. ഇപ്പോൾ സിറിയയിൽ പുതുതായിട്ട് ബഷർ ഗവൺമെൻറ് മാറി പുതുതായി അധികാരത്തിൽ ഏറ്റെടുത്ത ആൾ അന്തർദേശീയ ടെററിസ്റ്റ് ഗ്രൂപ്പിൽ ആളാണ്. അവരുടെ ഡിക്റ്റാസ് അവരെന്താ ചെയ്യാൻ പോകുന്നൊക്കെ വന്നിട്ടുണ്ട്. അമേരിക്കയിൽ ട്രംപാണ് അധികാരത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ലോകത്ത് എല്ലാ സ്ഥലത്തും വലതുപക്ഷ ശക്തികളോ മതവാദികളോ അധികാരത്തിൽ വരുന്ന ഘട്ടങ്ങളിൽ അവിടെയൊക്കെ സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുന്ന ഒരു വർത്തമാന സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിൽ കേരളം പോലുള്ള ഒരു നാട്ടിൽ ഈ സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള സിനിമകളെ ഫോക്കസ് ചെയ്യും, അവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് വളരെ പോസിറ്റീവായിട്ട് തോന്നുന്ന ഒരു സംഗതിയുണ്ട്. ഏതൊക്കെ മൂവീസ് ഞാനിപ്പം 6 മൂവീസ് കണ്ടു, 7 മൂവീസ് കണ്ടു. ആദ്യത്തെ ദിവസം കണ്ട 3 മൂവീസ് ലവബിള്, ബേബി, സ്റ്റിൽ ഐ ആം ഹിയർ. പിന്നെ ഇന്നലെ കണ്ടത് ബോഡി, പിന്നെ വേറെ ഒരു തമിഴ് സിനിമ, പേര് ഭയങ്കര ഗംഭീര സിനിമയായിരുന്നു. ഇന്ന് രാവിലെ കണ്ടത് ധം എന്ന് പറയുന്നൊരു സിനിമയാണ്. അപ്പം സിനിമകളൊക്കെ വളരെ മികച്ച സിനിമകളായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇന്ന് രാവിലെ കണ്ട ധം എന്ന് പറയുന്ന സിനിമ ഞാൻ കാസർഗോഡുകാരനാണ്. കാസർഗോഡിൻ്റെ അപ്പുറത്താണ് കർണാടകയുടെ ബോർഡറിലുള്ള ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലെത്തിയ കറുത്ത വംശജർ, നമ്മൾ റേസിസം പറയുന്ന അടിമകളുടെ പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാരുടെ അവസ്ഥയാണ്. വളരെ ഇൻഫോർമേറ്റീവാണ്. നമ്മുടെ രാജ്യത്ത് അങ്ങനത്തെ ഒരു വിഭാഗമുണ്ട്. അവരുടെ എത്നിക് സംവിധായകൻ ജയൻ ചെറിയാൻ എന്ന് പറയുന്ന ആൾ ആണ് ഡയറക്ടർ. അദ്ദേഹം സിനിമ കഴിഞ്ഞിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. ഒരു എത്നിക് മൈനോറിറ്റിയാണ് രാജ്യത്ത് അവർ. പക്ഷേ അവരുടെ എത്നിസിറ്റി അസ്തിത്വം കളയുന്ന രീതിയിലുള്ള ഇടപെടലാണ് നേരിലുള്ള സംവിധാനം അവരോട് കാണിക്കുന്നത്. വളരെ ടച്ചിങ് ആയ ഒരു സിനിമ എനിക്ക് തോന്നി. ഒരു ചെറിയ കുട്ടിയാണല്ലോ നായകൻ, അവർ ഗംഭീരമായി. ഏതെങ്കിലും ഓപ്പൺ ഫോറം അറ്റൻഡ് അതിനൊന്നും സമയം കിട്ടിയില്ല. ഓക്കെ സാർ, താങ്ക് യു സാർ.